അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാവരും ലൈവിൽ വരിക. ഞാൻ ലൈവിൽ വരില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈവിൽ വരാത്ത ഒരാളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ശവന്തിന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിനെ കൂടാണ് ലൈവിൽ വരുന്നത്. കുറച്ചാൾ വരുന്നിട്ടാണ് സംസാരിച്ചത്. എല്ലാ പ്രവാസികളും ഈ വീഡിയോ കാണുകയുമാണോ, എല്ലാ പ്രവാസികളും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ നിങ്ങളെ പ്രവാസികളെ കൂടുതൽ ലൈവിൽ വരാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെയും ഇവിടെ പോയിട്ട് ബ്ലോഗ് ചെയ്തിട്ട് പൈസ തന്ന ആളല്ല. ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ 800-900 കാർഡ് കൊടുക്കാൻ ചെയ്ത് അതിനും പൈസ അടിച്ചില്ല. അവർക്ക് ലൈവിൽ തന്നെ പറയുന്നത് എല്ലാവരും കേൾക്കാം. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ, ഇത് കുറച്ച് ദിവസമായിട്ട് ശവന്തിനികൾ, ഈ സോഷ്യൽ വർക്കർ ശവന്തികൾ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് 4-5 കാര്യമാണ് പ്രവാസികൾ അറിയാനുള്ളത്. പല ആളും എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈവിൽ വന്നത്. ഞാൻ ഇതുവരെ ലൈവിൽ വന്നില്ല. എല്ലാവരും പറഞ്ഞത് അഷ്റഫ് നിങ്ങളെ പണിയെടുത്തോളി, അവർക്ക് ദൈവം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരെയും പറയാൻ കൊണ്ട്. പക്ഷെ ആളെ പേര് പറഞ്ഞാൽ ഞാൻ ലൈവിൽ വരില്ലായിരുന്നു. ഫസ്റ്റിൽ പറഞ്ഞത് 400 മുതൽ 800, 1000 ദിറംസിന് സോനാപ്പൂരിൽ പെട്ടി കിട്ടും. അതിന് അൽക്കൂസ് പോയിട്ട് 75-100 ഉറുപ്പിക എടുത്തിട്ട് വണ്ടി വിളിച്ച് പോയതാണ്. എൻ്റെ അറിവിൽ ആണ് ഞാൻ പറയുന്നത്. 10-16,000 മയ്യത്ത് അവിടെ കയറ്റിയിട്ടിരിക്കുന്നു. പിന്നെ ഒരു 10-2,000 ആളവിടെ മറ ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറേ ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും. ദയിപ്പിക്കാനൊക്കെ ഞാൻ കൂടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അന്നും ഇന്നും ഇപ്പോഴും ഇത്രയും 10-25 വർഷത്തിനിടയ്ക്ക് ഇന്നും നിന്നിട്ട്. പക്ഷേ ഈ ലൈവ് കാണുന്ന ഒരാൾ തന്നെയെങ്കിലും വന്ന് പറയൂ. എന്താ കാരണം, ഞാൻ ചെയ്തില്ല പക്ഷെ ചെയ്തെന്ന് പറയൂ. ഒരാൾ കമന്റിൽ വരും. പക്ഷെ ഈ വീഡിയോ ഇട്ട ആളെ കമന്റിൽ വരാറ്. കമന്റിൽ വന്നോളി, നല്ല പറയാൻ മോശം വരാൻ കമന്റ് വരാം. ആളെ തലയും ബാലും ഇല്ലാണ്ട്. കാരണം ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ചെയ്തത്. മനസ്സിലാക്കി നല്ലോണം ഒരു മനുഷ്യൻ്റെ ഒരു ഉപകാരം ചെയ്യുന്ന ആളുകൾ ചെയ്യാണ്ടാവും. ഇപ്പം ലൈവിലാണ് നിങ്ങളോട് പറയുന്നത്. ഈ 600 ഉറുപ്പ്യക്ക് ബോസ് കിട്ടുമെന്ന് അറിയുന്നു. ഒന്ന്. രണ്ടാമത് 6 ദിവസം കൊണ്ട് ബോഡി കെട്ടിയിടാറ്. പിന്നെ കൗൺസിലിൽ നിന്ന് 1.5 കോടി കിട്ടുക അറിയുന്നത്. ഇത് സോഷ്യൽ വർക്കറെ മൊത്തമായിട്ട് പറഞ്ഞത്. എന്നെ പറഞ്ഞില്ല, എൻ്റെ പേരും പറഞ്ഞില്ല. ഈ സോഷ്യൽ വർക്കർമാർ എത്ര ആൾ, ഇവർ 50 ആൾ അങ്ങനത്താണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. ഈ 50 ആളും ഇവിടുന്ന് UAE നിന്ന് ഒഴിവാക്കി പോകും. ഈ കൗൺസിലേറ്റ് അങ്ങനെ ഒരു ദിറംസ് കൗൺസിലേറ്റ് എനിക്കോ ഇവർക്കൊക്കെ തന്നിട്ടാണ്. വ്യക്തിക്ക് 1 ദിറംസ്. പിന്നെ ഇതിൽ ലൈവിൽ നമ്പർ കൊടുത്തിരിക്കുന്നു. ഈ KMCC നമ്പർ കൊടുത്തിരിക്കുന്നു, ഇന്ത്യൻ അസോസിയേഷൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നു, കൗൺസിലേറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നു. ഏതൊരു മനുഷ്യനും അതിൽ വിളിച്ചാൽ മതി. ഒരു 10-20 ഫിൽസേ വരും. ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സാജിദ്കാരുടെ വക്കീലാണ്. പറഞ്ഞു വക്കീല കാർഗോ സംബന്ധിയായ കാര്യങ്ങളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു കാർഗോ സംബന്ധിയായ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയുക കരീം കാക്കാണ്. കരീം കയിലേക്ക് നമസ്കാരം. ആക്ച്വലി ശവന്തിനികൾ എന്നുള്ള വേർക്ക് കേട്ടിട്ടാണ് ഞാൻ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഒരുപാട് ഒരു 13 കൊല്ലത്തോളമായിട്ട് ഞാൻ ഈ മയ്യത്ത് പരിപാലനത്തിന്റെ കൂടെ നടക്കുന്നത്. നസീർ കടയായാലും ശരി, അഷ്റഫ് കടയായാലും ശരി, മറ്റുള്ള പലരുടെയും കയ്യിൽ ഞാൻ ഏതെങ്കിലും നല്ലൊരു ഭാഗം ഹാൻഡിൽ ചെയ്തിരുന്നതാണ് ഈ മയ്യത്തിന്റെ കാര്യത്തിൽ തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയാമെന്നില്ല, ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫിക്സ്ഡ് ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മുൻപന്തിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, മറ്റുള്ള എല്ലാ എയർലൈൻസും ഇന്നും ഭാരം നോക്കിയും അവരുടെ പാസഞ്ചറുടെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽ അനുസരിച്ചിട്ടാണ് മയ്യത്ത് കൊണ്ടുവന്നത്. എയർ ഇന്ത്യയിൽ ഞാനൊരു 11 കൊല്ലം ഉണ്ടായിരുന്നു. 11 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഒരു മയ്യത്ത് പോലും ഒരു ദിവസം അങ്ങോട്ടും മുന്നോട്ട് കൊണ്ടുപോകാതെ ഞാനിത് കൊണ്ടുപോയിരുന്നത്. അത്രയ്ക്കും വിശദമായിട്ട് ഒരു കംപ്ലൈന്റും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയത്. പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ദിവസം പോലും ഒരു മയ്യത്ത് ഡിലേ ആക്കരുതെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. നമ്മളെല്ലാ മതങ്ങളും പറയുന്ന ഒരേ കാര്യമാണ്, മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ദഹിപ്പിക്കുക എന്നുള്ളതല്ല, എന്നുണ്ടെങ്കിൽ മറവ് ചെയ്യുക എന്നുള്ളതാണ്.
അത് എല്ലാ മതങ്ങളുടെയും ഒരു നിഷ്കർഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞത് കേട്ടതിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്താ പേര് മറന്നുപോയി ഞാൻ, ഷെരീഫ് അല്ല അതിന്റെ ബ്ലോഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് ബ്ലോഗൊക്കെ കണ്ടിരുന്നു. അതിന് കുറെ ആൾക്കാർ ഷെയർ ചെയ്തും കണ്ടു. പക്ഷെ അതിൽ പറയാനുള്ളത് ഒന്നുള്ളൂ, ഇതിൽ ശരിക്കുമായിട്ട് പല അവ്യക്തതകളും ഇതിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ബോക്സിന്റെ കാര്യത്തിലായാലും ശരി, കൗൺസിലേറ്റിന്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ചാർജസിന്റെ കാര്യത്തിൽ, സമയത്തിന്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് നസീർക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക്, അതിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് എന്തെങ്കിലും കൂടുതൽ. പിന്നെ കാർഗോ കാര്യത്തിൽ ഇവിടെ പല എയർലൈൻസും പല രീതിയിലുള്ള റേറ്റും മറ്റുള്ള കാര്യങ്ങളാണ്. എമിറേറ്റ്സിനാണെങ്കിൽ ഡിഫറെന്റ് റേറ്റ്, എയർ ഇന്ത്യക്കാണെങ്കിൽ ഡിഫറെന്റ് റേറ്റ്, സ്പൈസ് ജെറ്റിനാണെങ്കിൽ ഡിഫറെന്റ് റേറ്റ്, അങ്ങനെ എല്ലാം പല രീതിയിലാണ് പോകുന്നത്. പക്ഷെ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട റിക്വയർമെന്റ് ഉണ്ട്, അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആർക്കും അത് പറഞ്ഞ് ഓരോ രീതിയിൽ പറഞ്ഞു തരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറെ സമയം പിടിക്കും. അത് പിന്നെ അതിന്റെ പ്രോസസ്സിങ് എന്താന്നുള്ളത് വിശദമായിട്ട് നസീർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിലെ ആൾക്കാർക്ക് അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, 1-2 ആഴ്ചകളായി സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ട് ഇവിടെ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ശവന്തീനികളെന്നും അതോടൊപ്പം 600 ദിർഹംസിന് ബോക്സ് മൃതദേഹ നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന ബോക്സ് ലഭിക്കുമെന്നും കൗൺസിലേറ്റിൽ നിന്ന് കോടികൾ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോ പ്രചരിക്കുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളുകൾ ആരുടെയും പേര് പറയുന്നില്ല എങ്കിൽ പോലും അവരുടെ പോസ്റ്റുകളിൽ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരുകൾ കമന്റ് ചെയ്ത് അത്തരം ആളുകളെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റുകൾ പോസ്റ്റ് ഇട്ട ആള് ഒന്നുകിൽ ആ കമന്റുകൾക്ക് മറുപടി കൊടുക്കുക, ഇന്ന ആളല്ല അല്ലെങ്കിൽ ഇന്ന ആ രീതിയിലെങ്കിലും മറുപടി കൊടുക്കാതെ പലരെയും മോശപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത്തരം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് പല ഭാഗത്തു നിന്നും പല ആളുകളും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ ദുബായിൽ പ്രവാസികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് രാജ്യക്കാരാവട്ടെ ആരായാലും ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരായ അഷറഫ്കയും അതോടൊപ്പം നസീർക്കയും കരീം കെ സാജിദ്ക്കും ഒക്കെ ഉൾപ്പെടുന്ന നമ്മൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഇതിനൊരു വിശദീകരണം നൽകുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എന്താണ് കാര്യം എന്ന് പറയുക, അവരിലേക്ക് എത്തിക്കുക, അവരിലേക്ക് കൃത്യമായിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എത്ര ദിർഹംസ് ഇവിടെ ചെലവ് വരും, അതോടൊപ്പം ഇതിന് ഒരു ബോഡി നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇവിടെ ഖബർ അടക്കം ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അഷറഫൊക്കെയും കരീംക്കയും സാജിദൊക്കെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് നസീർക്ക ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം അഷറഫൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. നസീർക്ക, ഇതിലിപ്പോ പറയുന്ന കാര്യങ്ങൾ 600 ദിർഹംസിന് ബോക്സ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അഷറഫുക 10-24 വർഷങ്ങളായി അഷറഫുകയും അത്രത്തോളം വർഷങ്ങളായി നസീർക്കയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഇവിടെ മൃതദേഹങ്ങൾ കബറടക്കുന്ന അല്ലെങ്കിൽ മറ്റ് ആചാരപ്രകാരം സംസ്കാരം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഉണ്ടായ കാര്യങ്ങൾ ഇതുവരെ സോനാപൂർ എന്ന് പറയുന്ന എംബാമിംഗ് സെന്ററിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ 600 ദിർഹംസിന്റെ ബോക്സ് അവിടെ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ അതിന് ചെലവാകുന്ന പൈസ എന്തൊക്കെയാണെന്ന് ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? നമസ്കാരം. അതിപ്പോ ആദ്യമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ശവൻ കേൾക്കുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ശവന്തീനികൾ ഇപ്പൊ ഇന്ന് മറുനാടനിലും കണ്ടു. അപ്പൊ അതൊരു വളരെ വളരെ വിഷമം പിടിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ശവന്തീനികളാണ് ആ ശവന്തീനികൾ അവരുടെ മക്കൾക്ക് കൂടിയിട്ടാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുന്നത്. അത് UAE-യിലുള്ള ഏകദേശം 50-ൽ പരം സാമൂഹിക പ്രവർത്തകരാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം, സാമൂഹിക പ്രവർത്തകർ. അപ്പൊ ഇവിടുത്തെ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ. ഒരാളും സ്വന്തം സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് വന്നതല്ല, ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് സാമൂഹ്യ പ്രവർത്തകർ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി മുതൽ ഒരു വാർഡ് മെമ്പറിനെ വരെ എങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കള്ളപ്പേര് എന്നുള്ളത് കേൾക്കും.
പക്ഷെ അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ UAE ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പൊ KMCC ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, ഒരുപാട് പറയാൻ പറ്റാത്ത ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകൾ ഒക്കെ നമുക്കറിയാം, ഇവരെല്ലാം ആക്റ്റീവാണ്, ഇവരെല്ലാം പൊതുപ്രവർത്തനം ചെയ്യുന്നവരാണ്, എല്ലാം ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തകർക്ക് പിന്നെ കോളുകൾ ചെല്ലുന്നത്, വിളിക്കുന്നത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് 100 വിളിച്ചു കഴിഞ്ഞാലാണ് ഞാൻ ഫോൺ എടുക്കുള്ളൂ. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അഷർഖാൻ സ്കൂൾ ചെയ്ത് അഷർക്ക് തിരിച്ചു വിളിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓടാൻ രാവിലെ മുതൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ മെനക്കെട്ടിട്ട് ഓടണം. ഈ 5-6 ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ ഓടി ഈ പേപ്പർ വർക്ക് ഡോക്യുമെന്റേഷൻ ഒക്കെ തീർക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ 1-2 വർഷങ്ങളായിട്ടാണ് ഡോക്യുമെന്റേഷൻ ഒക്കെ വളരെ ഈസി ലെവലിൽ ദുബായ് പോലീസ് ഒക്കെ ആക്കിയിരിക്കുന്നത്. ഓൺലൈനും കാര്യങ്ങളും എല്ലാം, വിസ ക്യാൻസലേഷൻ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വളരെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഓടിയതിനെക്കാട്ടിയും വളരെ പകുതി സത്യത്തിൽ ഇപ്പോൾ ഓടിയാൽ മതി. എന്നിരുന്നാലും ഓടണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി 24 മണിക്കൂർ. ഹലോ, കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 24 മുതൽ 48 മണിക്കൂർ വരെ ഈ ഡോക്യുമെന്റേഷന്റെ പേരിൽ നമ്മൾ ഓടണം. എന്നാലാണ് അയാളുടെ ആ ഒരു ബോഡി, ആ ഒരു മയ്യത്ത് നാട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അത്രയും ഡോക്യുമെന്റേഷൻ. ഇതൊരു നോർമൽ മരണമാണ് ഞാൻ പറയുന്നത്. ഇതൊരു സാധാരണ ഒരു അറ്റാക്ക് മരണമാണ് പറയുന്നത്. മറിച്ച് ആ മരണത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് റൂമിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു വയസ്സ് കുറഞ്ഞ ഒരു വ്യക്തിയാണ്, വയസ്സിൽ കുറവ് ഒരു 30 വയസ്സിലൊക്കെ താമസിച്ചുള്ള ഈ മൈക്ക് ഒഴിവാക്കി വിടാം നമുക്ക്. പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഈ വയസ്സ് കുറഞ്ഞ ഒരു 30 വയസ്സിൽ കുറവുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെയൊക്കെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താവുന്നതാണ്, പിന്നെ നമ്മൾ ഓടുമ്പോൾ 2 ദിവസവും 3 ദിവസവും 4 ദിവസമൊക്കെ പിടിക്കും. അത് അതിൻ്റെതായ ഒരു ഡോക്യുമെന്റേഷൻ വർക്കിലാണ്. ഈ സമയത്താണ് ഇപ്പൊ ഞാനിവിടെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എന്റെ ഒരു മരണം ഇവിടെ വെച്ച് സംഭവിച്ചു പോയി. ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ പിന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് ആംബുലൻസ് വന്ന് എന്റെ മരണം ഈ റൂമിൽ വെച്ചിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ദുബൈയിലാണെങ്കിൽ ദുബായ് പോലീസ് ഫോറൻസിക്കിലേക്കാണ് കൊണ്ടുപോവുക, മോർച്ചറിലേക്കാണ് കൊണ്ടുപോവുക. അവിടുന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഈ ഏരിയ കിസൈസ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ കിസൈസ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് അവരെ വേണ്ടപ്പെട്ട ഒരു PRO കമ്പനിയുടെ ആൾക്കാരോ റിലേറ്റീവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുബായ് ഫോറൻസിക്കിൽ പോകണം. അവിടുന്ന് പോലീസ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം അപൂർവങ്ങളിൽ അപൂർവമുള്ളൂ. അപ്പൊ ആ മരണകാരണ റിപ്പോർട്ട് അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കണാണ്. ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവിച്ചത് അവിടത്തേക്ക് അയക്കണാണ്. അവിടുന്ന് ആ റിപ്പോർട്ടും പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി DHLക്കുള്ള ലെറ്ററും വേണ്ടപ്പെട്ട ആർക്കാണോ അവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ റിലേറ്റീവ് ആവട്ടെ, അമ്മീന്റെ PR ആവട്ടെ, അല്ലെങ്കിൽ ആരാവട്ടെ, അല്ലെങ്കിൽ കൗൺസിലേറ്റ് അതോറിറ്റി ചെയ്ത ആളാവട്ടെ, അവരുടെ പേരിൽ ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DHL പോകും. ഇപ്പൊ ഇപ്പൊ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നെ ജദ്ദാഫിലാണ്. അവിടെ ചെന്ന് ഈ ഡോക്യുമെന്റും ഒറിജിനൽ പാസ്പോർട്ടും ആരാണോ പോകുന്നത് അയാളുടെ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് 140 ദിർഹംസ് അവർ ചാർജ് ചെയ്യും. ഈ 140 ദിർഹംസ് ചാർജ് ചെയ്യുന്നത് ദുബായ് ഗവൺമെന്റ് ആണ്, DH ആണ്. അതിലൊരു ഇംഗ്ലീഷും ഒരു അറബിക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് അവർ വാങ്ങും. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്കാണ് പോകേണ്ടത് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ. ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവരുടെ, ഇപ്പൊ ഞാനാണ് മരിച്ചതെങ്കിൽ എന്റെ ഡയറക്റ്റ് ബ്ലഡ് ആൾക്കാർ, അതായത് എന്റെ അനിയനോ ബ്രദറോ അല്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഫാദർ മദർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പോകാം. അതല്ല അവരിവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ വൈഫിന്റെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ മക്കളുടെ ആരെങ്കിലും ഒരാളുടെ പവർ ഓഫ് അറ്റോർണി വാങ്ങണം. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് ടൈപ്പ് ചെയ്യണം. അതിന് ആദ്യം അവരുടെ ആധാർ കോപ്പി വാങ്ങിച്ച് ഇവിടെ ഒരാളെ ചുമതലപ്പെടുത്തണം. അയാളുടെ പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, അതല്ല അയാൾ വിസിറ്റ് വിസയിലാണെങ്കിൽ വിസിറ്റ് വിസയുടെ കോപ്പി, ഇതൊക്കെ വെച്ച് നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാനാണ് പവർ ഓഫ് അറ്റോർണിക്ക് വേണ്ടിയിട്ട്. എന്റെ ഭർത്താവ് അതല്ലെങ്കിൽ എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ മോൻ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ആളുടെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിച്ചേർന്നോട്ട് ആ പവർ ഓഫ് അറ്റോർണി ലെറ്റർ അടിച്ചു കൊടുത്ത് നാട്ടിലേക്ക് അയച്ച് നാട്ടിൽ 50 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ എങ്ങാനും അല്ലെങ്കിൽ 10 രൂപയുടെ ആവട്ടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ശേഷം അത് തിരിച്ചിങ്ങോട്ട് അയക്കണം. അയച്ചു കഴിഞ്ഞാൽ അതും കമ്പനിന്റെ ഇതേപോലെ തന്നെ കമ്പനിന്റെ ലെറ്റർ അടിച്ചു തരണം. കമ്പനിന്റെ ലെറ്ററും പിന്നെ അനസ്റ്റർ 1, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിസ്റ്റത്തിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് രണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്ക് പോകണം. ഇതെല്ലാം ആയിട്ട് നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്ക് ചെല്ലണം. കൗൺസിലേറ്റിലേക്ക് എന്നിട്ട് അവിടുന്ന് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും. ഞാനതൊരു ചുരുക്കത്തിൽ ഒരു ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള പറഞ്ഞാണ്. ഈ കൗൺസിലേറ്റിൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം. പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് നമ്മൾ തിരിച്ച് അതേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എയർപോർട്ടിലേക്കുള്ള കാർഗോയിലേക്കുള്ളതും
പിന്നെ ബോഡി റിലീസ് ചെയ്യാനുള്ളതും എംബാമിംഗ് യൂണിറ്റിലേക്കുള്ള ലെറ്റർ വാങ്ങണം. അത് വാങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ലെറ്റർ കിട്ടിയതിന് കഴിഞ്ഞ ശേഷം പിന്നെ കാർഗോ ബുക്ക് ചെയ്യണം. കാർഗോ ബുക്ക് ചെയ്യേണ്ട പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതും ഒരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ അപ്രൂവൽ വാങ്ങണം ഈ കെയർ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സോണാപൂരിലെ എംബാമിംഗ് സെന്ററിൽ ചെന്ന് അവിടുന്ന് പേയ്മെന്റ് ചെയ്യണം. ആ പേയ്മെന്റ് ചെയ്യുന്ന സ്ഥലത്തതാണ് ഈ 600 രൂപയുടെ ബോക്സിന്റെ തർക്കം പറയുന്നത്, അല്ലെ അശോക? ഈ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ ബോക്സിന്റെ പേയ്മെന്റ് നമ്മൾ കെട്ടേണ്ടത് 1840 അത് DHR ആണ്, ദുബായ് ഗവൺമെന്റ് ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിലാണത്. അത് പ്രൈവറ്റ് കമ്പനിക്ക് അവര് ലേലം വിളിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഒരേ വർഷത്തിന് ഒരേ കമ്പനി ഏറ്റെടുക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അതൊരു കമ്പനി തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഏത് കമ്പനിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ നമ്മൾ ചെല്ലുന്നു, 1840 രൂപ പേ ചെയ്യുന്നു, ബോക്സിന്റെ കിട്ടും. തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ നിന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എംബാമിംഗ് പേയ്മെന്റ് ചെയ്യുന്നു. 1296.50 പൈസയാണ് അവിടെ പേ ചെയ്യുന്നത്. അതിൽ 1220 രൂപ ആംബുലൻസിന്റെ ആണ്, 50 ദിർഹംസ് അവിടെ ടൈപ്പിംഗ് ചെയ്യുന്ന ആ ഓഫീസിന്റെ ചാർജാണ്. ബാക്കി വരുന്ന പൈസയാണ് എംബാമിംഗ് പൈസ. ടോട്ടൽ 1292 രൂപ 50 പൈസ ആണ് എംബാമിംഗ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കാർഗോയിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് കൺഫേം കിട്ടിക്കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകുന്നത്. അതും പല റേറ്റാണ്. ഇപ്പൊ എയർ ഇന്ത്യ വാങ്ങുന്നത് 2900 മുതൽ പിന്നെ ചില സെക്ടറിലേക്ക് ഒരു 100-200 രൂപ കൂടുതൽ വാങ്ങുന്നുണ്ട്. എമിറേറ്റ്സ് ആണെങ്കിൽ 4000-4500 ദിർഹംസോളം ചാർജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെയിറ്റ് നോക്കിയിട്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്, ഒന്നും ഇതായിട്ടല്ല. അപ്പൊ അതിനെ കുറിച്ച് കിടക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ പണ്ട് ചെയ്തിരുന്ന കരീംക്കൊക്കെ അറേബ്യൻ ട്രാവൽസിനെ സർവീസ് ചെയ്തിരുന്നപ്പോൾ 2000-2500 ചെയ്ത സമയങ്ങളുണ്ടായി. ഇപ്പൊ ചാർജ് ചെയ്യുന്നത് 2900 അത് പിന്നെ എയർ ഇന്ത്യ ഇപ്പൊ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് പറയാൻ പറ്റില്ല, പ്രൈവറ്റ് സെക്ടർ. നമുക്കൊരു ബോക്സ് അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൊടുക്കാനോ അവർക്ക് ഏറ്റവുമൊന്നുമില്ല, അവർ അലൗഡും ഇല്ല. DHR കൺട്രോളിലാണ് 1840 ദിർഹംസിനാണ് ചാർജ് ചെയ്യുന്നത്. എന്തറിവിലാണ് ഇവർ 600 ദിർഹംസ് അത് ഉള്ളൂ എന്ന് പറയുന്നില്ല. പിന്നെ അതിന്റെ ഉള്ളിലുള്ളവർക്ക് നമ്മൾ ബലമായി പിടിച്ച് പൈസ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും അവർ ചോദിക്കുകയാണെങ്കിൽ അവരാണ് മയ്യത്ത് കുളിപ്പിച്ചത്, അവരാണ് ഇതാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോ ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതൊരിക്കലും ഒരു നിർബന്ധം ഒരാളോട് പോലും ഇതിപ്പോ പിടിച്ചു വാങ്ങി പൈസ കൊടുക്കുന്ന അറിയില്ല. ഈ ഇവിടുത്തെ ഇമാറാത്തി അറബികൾ വെച്ച സോനാപുരം അറിയില്ല. ഈ വീഡിയോ ഒരു ദിവസം അവിടെ പോവാം. അവിടെ പോയി റോഡിലൊക്കെ ഉണ്ടോ എല്ലാ ആളുകളും പൈസ മനുഷ്യത്വം അറിയാൻ. ഈ ബോക്സ് DHR വാങ്ങുന്നത് ശരിയാണ്, 1850 രൂപ വലിയ എമൗണ്ട് തന്നെയാണ്. DHRക്കെതിരെ ഒക്കെ ഇത് കംപ്ലൈന്റ് ചെയ്യും. നമ്മളും ഒരുപാട് ഇതിന്റെ ബോക്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് പലരോടും മുട്ടിയ വാതിലാണ്, അത് കുറക്കുന്നില്ല. ഈ വീഡിയോ ഇട്ടവർ നിങ്ങൾ DHR ശവനീനികൾ നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത്രയും നമുക്ക് ദുബായ് ഗവൺമെന്റ് UAE ഗവൺമെന്റ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ. അപ്പൊ ഇതിലൊരു പങ്ക് ദുബായ് ഗവൺമെന്റ് ശവനീനികൾ എന്നല്ലേ ഈ വീഡിയോ ഇട്ടാളും ഇതാക്കിയിരിക്കുന്നത്. കാര്യം DHR അല്ല ബോക്സിന്റെ ചാർജ് വാങ്ങുന്നത്, DHR എംബാമിന്റെ പൈസ വാങ്ങുന്നു, ഡെത്ത് സർട്ടിഫിക്കറ്റ് DHR വാങ്ങുന്നു. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് വാങ്ങുന്ന പൈസ എങ്ങനെയാണ് ഞങ്ങളത് ശവനീനികളാവുന്നത്? അതല്ലെങ്കിൽ ഈ ശവനീനികൾ ആവർത്തിച്ച് പറയുന്ന വ്യക്തിയുടെ വാപ്പ ഉമ്മങ്ങാനം വഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശവം പക്ഷിക്കുന്നോ എനിക്കറിയില്ല. അതിനിപ്പോ നമ്മളാണെങ്കിൽ ഞാൻ പകർപ്പിച്ച് മാപ്പ് ചോദിക്കണം, അതിനെ പൊരുത്തപ്പെടിക്കണം. അപ്പൊ എന്താണെന്ന് അതിന്റെ ഇത് അറിയില്ല. ഇവര് ഒരേ പ്രൊമോഷന് പോയിട്ട് ഒരേ കാര്യങ്ങൾ പറയുമ്പോഴും ജനങ്ങളെ വഴിതിരിപ്പിക്കൽ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരാ പറഞ്ഞ ഞങ്ങൾ ഇവിടെ മുൻകൈ എടുത്തിട്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ വിട്ട് വീഡിയോ. അതായത് ഈ ഒരു ആരോപണം വന്നത് ദുബായിൽ വെച്ചൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾക്ക് മയ്യത്ത് ഇവിടെ കബറടക്കിയാൽ മതി എന്ന്. അപ്പോൾ ഈ ശവന്തീനികളായ സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു ദുബായിൽ കബറടക്കണ്ട, നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അതൊരു വലിയ തട്ടിപ്പ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. 100% ഏതൊരാളും വെച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് നമുക്ക് ഇവിടെ മറവ് ചെയ്തുകൂടെന്നാണ്. കാരണം ഇവിടുന്ന് ബുദ്ധിമുട്ടും ഈ ബോക്സിലാക്കേണ്ടതും അത് മറ്റൊരു രീതിയിൽ അത് ഞാൻ കടക്കുന്നില്ല. ഒരു തെറ്റ്, അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മയ്യത്ത് അടക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം എത്രയും പെട്ടെന്ന് മറവ് അതാത് സ്ഥലത്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചെയ്യാൻ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ അവര് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് വിട്ടുതരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിവൃത്തിയില്ല, നമ്മൾ വിട്ടുകൊടുക്കുന്നു. ഇവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അവിടെ ചെന്ന് കവറിൽ ഇറങ്ങി എന്നിട്ട് മയ്യത്ത് ഇതാക്കിയിട്ടുണ്ട്. എന്തിന്? ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ രാജ്യക്കാർക്കും എല്ലാവിധ വിശ്വാസത്തിലും ഇവിടെ അലൗഡ് വന്നിട്ടുണ്ട്. ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ജബ്ലാലിൽ കൊണ്ടുപോയി അവരുടെ ആ ഒരു ബോഡി അവരുടെ ചടങ്ങിൽ പൂജാരിനെ വിളിച്ച് അവർക്ക് എന്തൊക്കെ വേണ്ടോ ആ ലെവലിൽ നിന്ന് അവർക്ക് അവിടെ നിന്ന് ചിത ഒരുക്കാൻ, അതായത് ക്രിമിനേഷൻ ചെയ്യാൻ, കത്തിക്കാൻ നമ്മൾ അവസരം കൊടുത്ത് നമ്മളത് കത്തിച്ച് അവരെ ക്രിമിനേറ്റ് ചെയ്ത് അതിന്റെ ചിതാഭസ്മം അവരെ ആഷ് നമ്മള് അവരെ വീട്ടിലേക്ക് എത്തിക്കലോ അല്ലെങ്കിൽ ഇവിടെ അവർക്ക് ആചാരപ്രകാരം ഇവിടെ പുഴയിൽ ഒതുക്കുന്ന അത് വെക്കുക. അതല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകണോ അവരെ നാട്ടിലേക്ക് കൊണ്ടുപോവാ. ക്രിസ്ത്യൻ ആലും മരിക്കുകയാണെങ്കിൽ അവരെ ആചാരപ്രകാരം അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ ജബലാലിൽ തന്നെ അതും മറവ് ചെയ്യാം. അതിനും വേണം ബോക്സും കാര്യങ്ങളും, അതിന്റെ റേറ്റ് ഇത് തന്നെയാണ്. അപ്പൊ ഇവര് കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ്. ഇതേപോലെ തന്നെ ഇവിടെ മറവ് ചെയ്യാൻ ചില കാര്യങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. വിസിറ്റ് വിസയിൽ ഇവിടെ വരുന്നവർ ഏത് രാജ്യക്കാരാണ്
ആവട്ടെ ആ രാജ്യക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതേ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിർബന്ധിതമാണ്. അതിനെതിരായിട്ട് നമ്മൾ ഒരുപാട് പേരെ വാതിൽ മുട്ടി ദുബായ് പോലീസിലും കൗൺസിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് ഇതൊന്നും ഒഴിവാക്കിയിട്ടാ. കാരണം ഒരാൾ ഉപ്പാനും ഉമ്മാനും കൂടെ മക്കളെ കാണിക്കാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ജോലി അന്വേഷിച്ച് വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ട്. അപ്പൊ നമ്മൾ ഇസ്ലാമിക നിയമപ്രകാരം ഇവിടെ മറ ചെയ്യണം, ഇതാക്കണം. പക്ഷെ അതിനൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ രാജ്യത്തിന്റെ ഇതാണ്. അപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം ഇവിടെ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമിക നിയമത്തിൽ ഇതിൽ പറയുന്നുണ്ട്, അതാ നാട്ടിൽ ഭരണാധികാരികൾ കീഴിൽ ജീവിക്കണം, നമ്മളിവിടെ ഇവിടുത്തെ നിയമം ജീവിക്കണം. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഇതില് പറ്റൂല. ഇതിലിപ്പോ പല കമന്റുകളും വരുന്നുണ്ട്. അതിൽ പ്രധാന കമന്റ് നിങ്ങളുടെ പേര് ഈ വീഡിയോ ഇട്ട ആളുകൾ പറഞ്ഞില്ലല്ലോ എന്നുള്ള. പക്ഷെ ആ വീഡിയോന്റെ ചുവടെ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന അഷ്റഫ് ഖാന്റെ നസീർ ഖാന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരാളൊരു വീഡിയോ ചെയ്തു, സെയിം വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വാടാനപ്പള്ളിക്കാരനും താമരശ്ശേരിയും എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു മറുനാടൻ മലയാളിയിൽ കൃത്യമായിട്ട് വീണ്ടും ആ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേരുകൾ അഷ്റഫ് താമരശ്ശേരി, നസീർ വാടാനപ്പള്ളി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവർക്കാണ് കോളുകൾ വരുന്നത്. അഷ്റഫ്, ഇതിൽ ഇപ്പോഴും ഇവർ പലരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബോഡി നാട്ടിലെത്തിക്കുവാൻ എത്ര രൂപ അല്ലെങ്കിൽ എത്ര ദിർഹംസ് ചെലവ് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എത്ര രൂപ ചെലവ് വരും എന്നുള്ളതാണ്. അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫസ്റ്റ് ആദ്യം നമുക്ക് ചെലവ് ടോട്ടൽ പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർ 10,000 രൂപ കൊടുത്തു എന്ന് പറയാറുണ്ട്. 10,000 പേര് ഈ ഹൈ ടിക്കറ്റ് ടൈമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഒരാളോ രണ്ടാളോ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ 6,200 6,500 എന്നുള്ളത് 10,000 രൂപയുടെ മേലെയാവും. അപ്പൊ അതിന് സമയം ഞാൻ മയ്യത്താകുമ്പോൾ 10,000 രൂപ കൊടുത്തു. അല്ല, അതിപ്പോ 1-2 കേസ് ഒരു ന്യായത്തിൽ ഇപ്പോ 600 ദിർഹംസിന് ബോക്സ് കിട്ടിയെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് 10,000 രൂപ എന്നൊക്കെയുള്ളത്. അത് പറഞ്ഞ ഏതെങ്കിലും ഒരാൾ വന്ന് പറയണം എന്റെ അടുത്ത് 10,000 ദിർഹംസ്. അപ്പൊ ആ ഒരു വിധത്തിൽ ക്ലെയിം ചെയ്ത് പൈസ കൊടുത്തു 10,000 രൂപ ഞാൻ മയ്യത്തിന് ക്ലെയിം ചെയ്തു എന്ന് വരികയാണെന്നല്ല, ആ 10,000 രൂപ നമ്മള് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതോടൊപ്പം നമുക്കിപ്പോ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിലുള്ള ഈ വീഡിയോ 4 ലക്ഷം ആളുടെ പേജ് എന്റെ പേജ്. ഇതിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇതിൽ വന്ന ഒരു കമന്റ് പറയട്ടെ, ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, ഒരൊറ്റ പറയട്ടെ. അപ്പോൾ ഉപകാരം ചെയ്തവർക്ക് മനസ്സിലുണ്ടാവുന്നു. ഇത് നമ്മളെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുക ഈ വീഡിയോ. ഇതെന്താ വിചാരിച്ചത്? അല്ല, ഇതില് എന്താ വെച്ചാൽ ഇതില് ഓരോന്ന് നമുക്ക് ക്ലാരിറ്റി ചെയ്തു പോകും. കാരണം നമ്മൾ ഇത്രയും ലൈവ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലാരിറ്റി, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ്, അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടുന്ന് തൊട്ട് നമുക്ക് പൈസ ചെലവ് വരുന്നോ അത് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് 140 ചാർജ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മള് കൗൺസിലിന്റെ നമ്മള് ആപ്ലിക്കേഷൻ അടിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് ചെയ്യുന്നുണ്ട്. അനസ്റ്റർ 1, 2 കമ്പനി ലെറ്റർ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതിപ്പോ പുറത്ത് പല രീതിയിലും പലതാണ്. ധൃതി പിടിച്ച് കൗൺസിലറിന്റെ ബാക്കിൽ ചെന്ന് ഓൺ ടൈം ഉണ്ട്, അവിടെ ചെന്ന് അടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 100, 150, 200 ചാർജ്. അതിന്റെ കോപ്പി എടുക്കുന്ന 8 സെറ്റ് കോപ്പി ഉൾപ്പെടെ കോപ്പി. പല സ്ഥലത്തും പല രീതിയിലാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് അറബിയിൽ വരുമ്പോൾ ലീഗൽ ട്രാൻസ്ലേഷൻ ആക്കണം. അതിന് ഈ ലീഗൽ ട്രാൻസ്ലേഷൻ ആക്കുന്നതിന് പൈസ 50, 100, 150 ദിർഹംസും അതും ചാർജ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് എംബാമിങ്ങിലും കഫിൻ ബോക്സിന്റെയും പിന്നെ ആംബുലൻസിന്റെ പൈസ പേ ചെയ്യുന്നത്. 3130 ദിർഹംസ് 230 സോണാപൂർ ആവുന്നുണ്ട്. ഓക്കെ. പിന്നെ എയർ കാർഗോ ആവുന്നുണ്ട്. എയർ കാർഗോ 2,900 മുതൽ അങ്ങനെ 4,500 ദിർഹംസ് വരെ വരുന്നുണ്ട്. കാരണം പല ഫ്ലൈറ്റും പല ചാർജുകളാണ്. എല്ലാവരും വെയിറ്റ് നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകണത്. വെയിറ്റ് നോക്കാതെ ഒരു ഫ്ലൈറ്റും ഇതുവരെയായിട്ട് കൊണ്ടുപോകണില്ല. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ സ്ഥിതിക്ക് 140 ദിർഹംസ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, 3,130 ദിർഹംസ് എംബാമിംഗ് സെന്ററിൽ കഫിൻ ബോക്സ് ഉൾപ്പെടെ 3,000 ദിർഹംസ് കാർഗോ. അതായത് 6,270 ആണ് ഗവൺമെന്റ് ഫീസ് ഉൾപ്പെടെയുള്ളത് വേണ്ടത്. അതോടൊപ്പം തന്നെ ലീഗൽ ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ അതിന് മസ്റ്റാണ്. അതിന് ആ ചെലവും ഈ
ആ ചെലവ് ഉൾപ്പെടെ ആ ചെലവും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇനിയിപ്പോ റാസൽ കൈമ എന്നാണ് ബോഡി കൊണ്ടുവരണമെങ്കിൽ അതല്ലെങ്കിൽ ഫുജേറ എന്നാണ് കൊണ്ടുവരണമെങ്കിൽ അത് അവിടുത്തെ ഗവൺമെന്റ് പ്രൈവറ്റ് ആംബുലൻസിനാണ് കൊടുത്തിരിക്കുന്നത്. അവര് 1500 മുതൽ 2000 ദിർഹംസ് വരെ ആ ആംബുലൻസ് ചാർജ് ചെയ്യുന്നു. ഫുജേറന്ന് ദുബായിക്ക് എത്തായിരുന്നു. റാസൽ കൈമയാണ് കാര്യം അവിടെ എംബാമിട്ടില്ല, അതിന് ദുബൈയിൽ സോണാപൂരിൽ കൊണ്ടുവരണം. അവിടുന്ന് കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ആംബുലൻസിനാണ്. ആ ആംബുലൻസ് ചാർജ് ചെയ്യുന്നത് 1500 മുതൽ 2000 ദിർഹംസ് വരെയാണ് അവര് ചാർജ് ഒരു ചെയ്യുന്നത്. വാക്ക് പൈസ ഇത് ഇതുപോലൊരു മലയാളി ചെയ്തിട്ടാണ് റാസയം 2000 രൂപ ആക്കി. ഇതുവരെ പൈസ ഫ്രീ ആയി. ഇതുപോലെ മലയാളി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്ത് പൈസ അതെ നമുക്കതിലേക്ക് അവിടെ ആംബുലൻസ് കൊണ്ടുവന്നിരുന്നായിരുന്നു. അവിടുന്ന് റാസൽ കൈമയിൽ ഫുജേറയിൽ ഫ്രീ ആയി കൊണ്ടുവരുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞെങ്കിൽ അവിടുത്തെ ആൾക്ക് ഒരു 50 രൂപ 100 രൂപ ഒക്കെ കൊടുത്തിരുന്നു അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതൊരു മലയാളി ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു നേരത്തെ വീഡിയോ ഇട്ട ഒരു വ്യക്തിനെ പോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു മലയാളി അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് അവർ പ്രൈവറ്റിന് കൊടുത്ത് 2000 ദിർഹംസ് ചാർജ് ആക്കി. അത് എക്സ്ട്രാ ചാർജ് ആയി. അപ്പൊ ഈ ഫുജേറയിൽ വരുന്ന ബോഡി ആണെങ്കിൽ ഈ നമ്മൾ ഈ പറഞ്ഞ ചെലവിനൊപ്പം 2000 രൂപ ആംബുലൻസ്, അപ്പൊ 8270 പ്ലസ് 8500 അടുത്ത് ചെലവ് വരുന്നു. വേറൊന്നും പറയട്ടെ, ഇവിടെ സോനാപൂര് പെരുന്നാളോ നോമ്പോ വലിയൊരുന്നാളോ ലീവോ നേഴ്സുകളുടെ ഒരു പ്രശ്നമില്ല. ഓരെപ്പം വിളിച്ചതായിട്ടുള്ള വരും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇത് 600 രൂപ പെട്ടിയുണ്ട്. ഓല് ഇത് കണ്ട് ഓൾക്ക് അതിന്റെ ഉള്ളിലുള്ള ആളുകൾ തർജ്ജമ ചെയ്ത് കൊടുത്ത് മറ്റോടെന്താന്ന് പറഞ്ഞു നിയമത്തിനനുസരിച്ച് ചെയ്താൽ മതി. അത് അവര് 6 മണി വരെയാണ് അവരുടെ ഡ്യൂട്ടി. മോർണിംഗ് 7:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി. പെട്ടെന്ന് നമുക്ക് ഈ സമയത്തൊക്കെ വന്നപ്പെട്ട് നമുക്ക് രാത്രിക്ക് ബോഡി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. 1 മണിക്ക് പോലും എംബാം ചെയ്തിട്ടുണ്ട്. 1 മണിക്കൊക്കെ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ രാത്രി 10 മണിക്ക് 11 മണിക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് ഒന്ന് വരണം, ഇത് ഞങ്ങൾക്ക് ഒന്ന് എംബാം ചെയ്ത് തരണം എന്ന് രാത്രി പോകണമെങ്കിൽ അവര് നമ്മുടെ ആ ഒരു ഇത് കേട്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ വരുന്നുണ്ട്. അവർ വന്ന് ചെയ്തു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാരണം അതും നിർത്തലാക്കി. അവരെ ഡ്യൂട്ടി സമയം അത് കറക്റ്റ് സമയത്ത് തന്നെ മതി എന്നുള്ള നിയമം അവർക്ക് DH. പിന്നെ കൗൺസിലേറ്റിന്റെ FOC അല്ലെ, ഈ FOC എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്റ് ഒരു സെക്കൻഡ്, ഞങ്ങളുടെ വോയിസ് ക്ലിയർ ആവുന്നില്ലേ? ആരോ ഒരാള് വോയിസ് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് ഇല്ല. സൗണ്ട് കിട്ടുന്നുണ്ടോ? സൗണ്ട് കിട്ടുന്നുണ്ടോ? സൗണ്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, നസീർക്ക് പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മള് കൗൺസിലേറ്റിൽ ഇപ്പൊ ഈ FOC, അതായത് നമ്മള് ഒരു ബോഡി വിട്ട് കഴിഞ്ഞാൽ അതേ എമൗണ്ട് തന്നെ ആ ബില്ല് കൊണ്ടുപോയിട്ട് കൗൺസിലേറ്റിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ ആ പൈസ വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് മൈക്ക് കൊടുത്ത അവിടെ നസീർ ബാബു. 1500 1.5 കോടി അല്ലേ? 1.5 കോടി. ഇത് ഈ കമന്റില് പല ആളുകളും ചോദിക്കും. ഇന്ന കാലം ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് അവർ തെറ്റാണ് കേട്ടോ. 4000 രൂപ കിട്ടുന്നുണ്ട്. ഇത് എവിടുന്നാ കിട്ടുന്നത് പറഞ്ഞത് വളരെ നന്നായിരുന്നു. ആർക്കാ കിട്ടുന്നത്? അല്ലെ വരാറ് മാറ്റി അതുകൊണ്ട് പറഞ്ഞു ഇതോട് പറഞ്ഞു പൈസ ഇട്ട് മറുപടിക്ക് എഴുതുന്ന പൈസ ഇട്ട് മറുപടിക്ക് അതിന്റെ വ്യക്തതയാണ് ഞാൻ നിങ്ങൾ കൊടുക്കണ്ട. കൊടുക്കണ്ട. അല്ലല്ല അതല്ല കുഴപ്പമില്ല, പറയാലോ. കേൾക്കുന്നുണ്ടോ? അതായത് കൗൺസിലേറ്റിൽ ഇപ്പൊ FOC എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് നമ്മൾ ഈ ബോഡിയുടെ അതേ ബില്ല് കൊണ്ടുപോയിട്ട് കൗൺസിലേറ്റിൽ കൊണ്ടുപോയിട്ട് ഈ പൈസ നമ്മൾ ഇതാക്കുന്നു എന്ന് പറയുന്നുണ്ട്, തിരിച്ച് റീപ്ലേസ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെയുള്ള നമ്മുടെ UAE കൗൺസിലേറ്റ് അല്ലെങ്കിൽ അബുദാബി എംബസി, ഇവരുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് എന്തിലേക്കുള്ളതാണ്? ആർക്കാണ് ആ ഫണ്ടിന്റെ അർഹതപ്പെട്ടവര്? ഇപ്പൊ ഒരാള് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ആ കമ്പനിയിൽ നിന്നും അയാൾ അബ്സ്കോണ്ടായി ആൾ ചാടിപ്പോയല്ലോ. ആ ചാടിപ്പോയ സ്ഥിതിക്ക് കമ്പനി അബ്സ്കോണ്ടിങ് കിട്ടണം. അബ്സ്കോണ്ടിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് അയാളുടെ മേലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? ഓക്കെ, ഞങ്ങൾ ആ ബോഡി ഏറ്റെടുക്കുക, ഞങ്ങൾ ഓൾറെഡി അബ്സ്കോണ്ടിങ് കിട്ടുന്ന നിർബന്ധമായ തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൗൺസിലേറ്റ് ആ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടും. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഒരാൾ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് വന്നു, അതായത് ജോലിക്ക് അന്വേഷിച്ചത് ദുബൈ കാണാനല്ല, ജോലി അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്ന് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ബോഡി നാട്ടിലേക്ക് വിട്ടുകൊടുക്കാൻ കൗൺസിലേറ്റ് ബാധ്യസ്ഥരാണ്. അത് എങ്ങനെ? ആ കൗൺസിലേറ്റ് നിർബന്ധമായിട്ടുള്ള രേഖകൾ വേണം. ഒന്ന്, നാട്ടിൽ നിന്ന് നമ്മൾ ഈ മരിച്ച പവർ ഓഫ് അറ്റോർണി അടിക്കുന്നതോട് കൂടി തന്നെ എഴുതണം എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ മകൻ ജോലി അന്വേഷിച്ചു പോയതാണ്, അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ചാടി നിൽക്കുന്ന ആളാണ്, അയാളായിരുന്നു ഞങ്ങളുടെ വരുമാന മാർഗം, അയാളുടെ ബോഡി ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എങ്ങനെയും ഒന്ന് അവസാനമായി കാണാൻ എത്തിച്ചു തരണം. അതിനു വേണ്ടിയിട്ട് അയാളുടെ ബോഡി എല്ലാ ചെലവും കൗൺസിലേറ്റ് ഏറ്റെടുത്ത്
ഇതാക്കി തരണം എന്നുള്ള ഒരു ലെറ്റർ എഴുതണം. ആ ലെറ്ററിന്റെ കൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം, വരുമാന സർട്ടിഫിക്കറ്റ്. ഇവർക്ക് വരുമാനം ഇത്രേ ഉള്ളൂ, ഇവർ പാവപ്പെട്ട കുടുംബമാണെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ലെറ്റർ വേണം. അതുകൂടാതെ അവരുടെ ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലേറ്റിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലേറ്റിലെ 4 ഓഫീസർമാരെ അത് ജെന്യൂനിറ്റി അത് ഉറപ്പാക്കി അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബോഡി വിടാൻ പറ്റുള്ളൂ. ഏകദേശം ആ ഒരു പ്രൊസീജിയർ 2-3 ദിവസം പിടിക്കും ആ അപ്രൂവൽ കിട്ടാൻ. അങ്ങനെ അപ്രൂവൽ കിട്ടിയാൽ അവർ എയർലൈൻസിലേക്ക് ലെറ്റർ കൊടുക്കും ഈ ബോഡി ഫ്രീ ആക്കിയിട്ട് വിടാൻ. ബാക്കി ആരാണോ ആ വ്യക്തി ചെയ്യുന്ന ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ പേരിൽ അയാൾ കൊണ്ടുപോയിട്ട് പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ബില്ല് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൗൺസിലേറ്റ് ആ പൈസ റീഫണ്ട് കൊടുക്കുള്ളൂ. പക്ഷെ അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണ്? ഒന്ന് ഫാമിലി 100% അറിഞ്ഞിരിക്കണം. ഫാമിലിയുടെ സ്റ്റാമ്പ് പേപ്പറിൽ, മുദ്ര പേപ്പറിൽ, ലെറ്ററിൽ അവർ എഴുതിയിരിക്കണം. അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലെറ്റർ വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത് 3 വേണം. ഇത് 3 ഇല്ലാതെ എങ്ങനെയാണ് കൗൺസിലേറ്റിൽ നിന്ന് ഈ പൈസ നമ്മളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ശവന്തീനികൾ അടിച്ചു മാറ്റണ് എന്ന് ഈ ഒരു വ്യക്തി പറയാനുണ്ടായ കാരണങ്ങളും ഒന്ന് തെളിയിക്കണം. ഇത് കൗൺസിലേറ്റിൽ പോയിട്ട് ഈ വ്യക്തി ഇതിന്റെ കറക്റ്റ് രേഖകൾ എടുത്ത്, അതല്ലെങ്കിൽ കേൾക്കണ നിങ്ങളെടുത്ത് ഇതിന്റെ യഥാർത്ഥം പുറത്തേക്ക് കൊണ്ടുവരണം. ആള് തന്നെ കൗൺസിലിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ വിളിച്ച് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ എഫ്ഒസി കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ കൊടുക്കോ, അല്ലെങ്കിൽ അതിന്റെ ഉള്ള പ്രൊസീജിയർ എന്താന്നൊക്കെ കറക്റ്റ് ചോദിക്കണം. അല്ലാതെ തോന്നിയ പോലെ ഈ ശവന്തീനികളാണ് ഇങ്ങനെ വളരെ വൃത്തിയട്ട രീതിയിൽ തന്നെ എന്തിന് ഈ ദുബൈയിൽ നിന്നുകൊണ്ട് ദുബൈ ഗവൺമെന്റിനെ പോലും വളരെ മോശമാക്കിയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലാണ് ശവന്തീനികൾ എന്നറിയില്ല. ആളുടെ ഉപ്പയും ഉമ്മയും മരിച്ചപ്പോൾ ഞാൻ അഷ്റഫ് ഖാനും പോയിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ചാൻസും ഇല്ല. പിന്നെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളെ ഇതാക്കി പറയുമ്പോൾ ഇതാക്കണം. പിന്നെ ഇവിടുത്തെ അസോസിയേഷനും ഇവിടുത്തെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഉള്ള ഒരു സ്ഥലമാണ് UAE. ഇവരും നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം. ഇതിന്റെ യഥാർത്ഥ ഇതെന്താന്ന് ഒന്ന് വിളിച്ചു പറയുമ്പോൾ ജനങ്ങളുടെ അടുത്തൊരു ഭീതി വരുത്തുമ്പോൾ അതിന്റെ യഥാർത്ഥം എന്താന്ന് നിങ്ങൾ അതൊന്നൊന്നും മനസ്സിലാക്കണം. പിന്നെ അതോടൊപ്പം കൗൺസിലേറ്റ് ഒരു ബോഡി നാട്ടിലേക്ക് അയച്ചാൽ അതിന് അത് അയക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും പൈസ കൗൺസിലേറ്റ് നൽകുന്നുണ്ടോ? ഈ ശവന്തീനി എന്ന് പറഞ്ഞത് നൽകുന്നുണ്ട്, കൗൺസിലേറ്റ് നൽകുന്നില്ല. ശവന്തീനി നൽകുന്ന ആളുണ്ടല്ലോ, പോലും തരും പൈസ 4000 രൂപ തരും ഒരു ബോഡിക്ക്. അവർ പറയുന്നത് പ്രത്യേകം പറയുന്നത് 10-15 എണ്ണാകുമ്പോൾ 1000 കൊണ്ടുകൊടുത്താലേ പൈസ തരുള്ളൂ. ഓരോന്ന് കൊടുത്താൽ പൈസ തരില്ല. 15 ബോഡി മരിച്ചിട്ട് കൊണ്ടുകൊടുത്താൽ ഒരു 60,000 രൂപ ചെക്ക് വരും. 4000 രൂപ 60,000 ഉണ്ടാകുക. അല്ലാണ്ട് വേറെ ആരും തരില്ല, കൗൺസിലേറ്റും തരില്ല. അപ്പൊ അതിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് കൗൺസിലേറ്റ് ആണ്. കാരണം കൗൺസിലേറ്റ് നിന്ന് ഒരു ബോഡി നാട്ടിലേക്ക് അയച്ചാൽ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, തട്ടിപ്പടുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അതില് അഷറഫ് നസീർക്ക് അതിൽ കൃത്യമായ മെസ്സേജ് നമുക്ക് നൽകി ഓൾറെഡി. അപ്പോ ഈ ബോക്സിന്റെ വിലയായിട്ട് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി കൂടെ അഷറഫ് ഖാൻ നൽകണം. ബോക്സിന്റെ വിലയുടെ ഒരു ക്ലാരിറ്റി. ബോക്സിന്റെ വില എന്ന് പറഞ്ഞാൽ 1840 അത് DHAയുടെ അണ്ടറിലാണ്. DHA വേറെ പ്രൈവറ്റ് കമ്പനിക്ക് അത് ലേലം വിളിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് DHAനോട് സംസാരിച്ച് DHAണ് അതിന്റെ വില കുറക്കേണ്ടത്. അത് DHAനോടാണ് അത് സംസാരിക്കുന്നത്. നമ്മൾ ഈ ബോക്സിന്റെ കമ്പനിയും DHAനെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു ഈ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം. അപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരു ബോക്സ് വന്നോട് കൊണ്ടുവന്ന് പാക്ക് ചെയ്യാനോ അതായത് ബോക്സ് കൊണ്ടുവരാനോ അതിന് ഒരാൾക്കും പെർമിഷൻ ഇല്ല. ആക്ച്വലി ഇതൊരു ഗവൺമെന്റ് കോൺട്രാക്ട് ഇല്ല. അത് 100 ഒരു ബോക്സ് അനുവദിക്കൂല ഒരു കാരണവശാലും. ഇനി അനുവദിച്ചു കൊണ്ടുവന്നു ആ ബോക്സിൽ നമ്മൾ കൊണ്ടുപോകുമ്പോ തന്നെ നമ്മൾ മയ്യത്ത് തുണി കൊണ്ടുപോകണം, വേണ്ടേ? അതിനുള്ളിൽ ഒഴിക്കാനുള്ള കർപ്പൂരം ഇതൊക്കെ കൊണ്ടുപോകണം. ആണി അടിക്കാൻ വേണ്ടി ഒരു ആശേരിയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരാളാണ് ഒരു കാർപ്പൻറ്ററെ കൊണ്ടുപോകണം, ഇല്ലേ? ഇതിൽ ആരെയിലൊക്കെ കൊണ്ടുപോകണം. അല്ലാതെ ബോക്സ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറ്റൂല. ഇനി കയറ്റിയാൽ തന്നെ ഇത് നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകണ്ടേ നമ്മൾ. പക്ഷെ ആ ബോക്സിന് തകിടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോർമൽ ബോക്സ് അല്ല. ഇവിടെ മറ ചെയ്യുന്ന ക്രിസ്ത്യൻ താരങ്ങൾ മരിച്ചാല് ബോക്സ് വാങ്ങും. അത് പുറത്തുനിന്നിട്ട് ചർച്ചിൽ നിന്നാണ് ഈ ബോക്സിലാക്കുക. അതിന് ബോക്സിന് കൊടുക്കണം 2000-3000 കൊടുക്കണം. അത് ഇപ്പൊ ആകെ ഈ വീഡിയോ കാണുന്ന ഇവർക്ക് മനസ്സിലാവും, ഈ വീഡിയോ കാണുന്ന ഇവർക്ക് മനസ്സിലാവും. പിന്നെ എന്ത് ആ ഉദ്ദേശം പറ്റിയ ശവന്തീനി എന്ന് പറഞ്ഞത് ആർക്കോട്ടാ പറഞ്ഞത്? ഓക്കെ, ഇവരിറങ്ങട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇറങ്ങിയിട്ട് ഇതെല്ലാം ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം നമ്മളിപ്പോ 100 കോള് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫോൺ എടുക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ നിയമ തടസ്സങ്ങളും ഉണ്ട്. ഇവിടെ ചില സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും നിങ്ങൾ ആരാണെന്നാണ്. ഇവിടെ ഫ്യൂണറൽ കമ്പനികൾ ഒരുപാടുണ്ട്. ആ കമ്പനികളൊക്കെ 5000 മുതൽ 10000 ദിർഹംസ് വരെ ചാർജ് ചെയ്യുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ, ഫ്യൂണറൽ സർവീസ് നോക്കിയോ. ആ ഫ്യൂണറൽ സർവീസ് ചാർജ് ചെയ്യുന്ന എത്ര നോക്കിയോ. അതേ ലൈസൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഫ്യൂണറൽ ലൈസൻസ് ഉണ്ട്. കാരണം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ
പല സ്ഥലത്തുനിന്നും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ദുബായ് ഗവൺമെന്റ് പറഞ്ഞ അതേ ലെവലിൽ തന്നെ ഞാൻ ഫ്യൂണറൽ ലൈസൻസ് എടുത്ത ആളാണ്. ഒരു വർഷം ഞാൻ എക്കണോമിക്കലി അതിന്റെ ഫീസ് കൊടുക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സംശയമുള്ള ഒരു ഫ്യൂണറൽ കമ്പനിന്റെ എത്ര ഫ്യൂണറൽ കമ്പനി UAE ഉണ്ടെന്ന് നോക്ക്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് ചോദിക്ക് എത്രയാണ് അതിന്റെ ഒരു ബോഡി വിടാനുള്ള. അപ്പൊ അവര് പറയും 5000, 10000, 15000 ഒക്കെ ചാർജ്. ഈ ഒരു കോട്ടുന്നൊക്കെ എത്രയാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഒരു ബുദ്ധിമുട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാളെ നാട്ടിലേക്ക് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ആ മരിച്ച സമയത്ത് അയാളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ അറിയുള്ളൂ. ഇവിടെ കമ്പനിന്റെ PRO ആ സമയത്ത് സത്യത്തിൽ ആ PROക്ക് അറിയില്ല ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളത്. ആളൊക്കെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയി പറഞ്ഞ 1/2 മണിക്കൂർ 1/2 ദിവസം കൊണ്ട് ഞങ്ങൾ ബോഡി വിട്ടത്. അത് എന്ത് രീതിയിലാണ് ആ പറച്ചിലിന് തന്നെ എനിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ വീഡിയോ കുറെ ആൾ കണ്ടില്ലേ കുറെ മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാർ കണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ ഞങ്ങൾ പൈസ മേടിച്ച് അല്ല ഞങ്ങൾ ആ പൈസ മേടിച്ച് അടിച്ച് ഇവര് എന്നെ വാങ്ങിച്ചിട്ട് ഇവർക്ക് അവിടെ വില്ല് കിട്ടിയത്. ഒരാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന എത്രയും പെട്ടെന്ന് ഈ മൈക്ക് ഇവിടെ അടക്കണമെങ്കിൽ ഇവിടെ അടക്കാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നടക്കുക. അത് എത്രത്തോളം സ്പീഡിൽ നടത്താൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ നടത്താറുണ്ട്, നാട്ടിലെത്തിക്കാറുണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും MLA-മാരോ MP-മാരോ മന്ത്രിമാരോ ഇടപെടുന്ന കേസായാൽ പോലും നിങ്ങളൊക്കെ തന്നെയാണ് ഇത് വിളിച്ച് വിവരങ്ങൾ പറയുകയും ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ 2-3 വീഡിയോകൾ തുടർച്ചയായിട്ട് വന്നതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ നമ്മളിപ്പോ എംപവർമെന്റ് സെന്ററിലെ സ്റ്റാഫ് പോലും അറിഞ്ഞു. അവരൊക്കെ വളരെ പ്രയാസത്തോടെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ പ്രയാസങ്ങൾ വരുമ്പോ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ലേ? എന്താണ് ഇതിനോടുള്ള ഒരു പ്രതികരണം? ഞാൻ ഈ സംഭവം നടക്കും വലിയ വീഡിയോ ഇട്ടന്ന് ഞാൻ കാശ്മീരിലാണ്, ഞാൻ കുടുംബമായിട്ട് ഇപ്പൊ കാശ്മീരിൽ പോയി. അവിടുന്നാണ് വീഡിയോ ഇട്ടത്. അവിടുന്ന് അന്ന് ഈ മരിച്ചവന്റെ ആളുകളെ 18 ആള് വിളിച്ചോലെ, ഒരാൾ നമ്പർ ഇത് കൊടുക്കട്ടെ വിളിച്ചോലെ. പിന്നെ നസീർക്കാർ എല്ലാവർക്കും അറിയാം ഫോൺ എടുക്കൂല, 10 വിളിക്കുമ്പോൾ ഫോൺ എടുക്കും. കറക്റ്റാ. ഞാൻ അഥവാ ഫോൺ വിളിച്ച് എടുത്തില്ല തിരിച്ചു വിളിക്കും ഇന്ന് വരെ. ആരും മരിച്ചത് അറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നാ ഡെത്ത് കേസ് എനിക്ക് തരണമെന്ന് പറയാറില്ല. അത് ഒരാൾ പറയേണ്ടത് പിന്നെ പൈസ അല്ലേ. ഇന്നിപ്പോ 2 ആള് വെച്ചിരുന്നത് ഒന്ന് നമ്മളെ വിളിച്ച് ഒന്ന് ഈ വീഡിയോയിൽ ഇവർ കൊടുക്കുന്നുണ്ട്. KMC നമ്പർ കൊടുക്കുന്നുണ്ട്, അസോസിയേറ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ കൗൺസിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരാള് ഒന്ന് ചെയ്തെടുത്തത് പറഞ്ഞ എന്താ വില വിളിക്കാതെ. പിന്നെ ഞാൻ ഇവിടെ വന്ന ഉടനെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാഴ്ച വന്നപ്പോ തന്നെ നമ്മളെ ദൈവത്തിലൊരു സലീമുണ്ട്, ഇവരുടെ പുതിയൊരു മൂസക്ക ഉണ്ട്, എന്റെ നാട്ടുകാരാ മൂസക്ക. ഇവരൊക്കെ നല്ല മനുഷ്യന്മാരൊരു. പിന്നെ ഫൈസലുണ്ട്, പിന്നെ നല്ലൊരു ബക്കറുണ്ട്. ഇവര് പറയുന്നത് അബുദാബി മരിച്ചാലും മര്യാദ താടെ മറയില്ലാന്ന് അവര് പറയുന്നത്, ആരുമായിട്ട് ഇടപെടലില്ലാന്ന്. പാടൊരു സേഫ് എന്ന് പറഞ്ഞ ചെക്കൻ ആയിട്ടുള്ള വിളിച്ചാൽ അപ്പം പോയി റെഡിയായി കൊടുക്കും. ഓരോന്നും പൈസ ഇത് ഒരു മനുഷ്യ അള്ള ഒരു മനസ്സ് കൊടുക്കണം. ബൽക്ക് ഇബ്ലീസിന്റെ മനസ്സ് കൊടുത്താലും നമ്മളും അങ്ങനെ തന്നെ ആവും. പിന്നെ കുറച്ചേരത്തെ വേറൊരു മറുനാടനില് ഒരു എന്തായിരുന്നു അഡ്വക്കേറ്റ് ഫരീദ യഥാർത്ഥത്തിൽ അയാൾ അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ആളെ ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾ അഡ്വക്കേറ്റിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഇതെന്റെ ഒരു ചാലഞ്ചാണ്. കാരണം ഇവിടെ ഒരുപാട് പേര് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അഡ്വക്കേറ്റ് അല്ല, 10ാം ക്ലാസ് പോലും കഴിയാത്തവർ ഇവിടെ അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അതിലേക്കുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഈ ഫരീദ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൂടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ഫരീദ് അഡ്വക്കേറ്റ് ആണെങ്കിൽ ഫരീദ് പ്ലീസ് ആ ഫേസ്ബുക്കിൽ വന്നിട്ട് അഡ്വക്കേറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണം. ഇതൊരു ഇതാണ് കാര്യം. എന്റെ ഒരു ഡൗട്ട് അഡ്വക്കേറ്റ് അല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഒന്ന് പ്ലീസ് അങ്ങനെ ഒരു പറ്റിക്കരുത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അബുദാബിയില് നിങ്ങൾ പോകുന്നില്ല, അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള ഒരു ഇതും കൂടെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അബുദാബിയിൽ മരണപ്പെടുന്ന കേസുകൾ നിങ്ങൾ ഇടപെടുന്നില്ലേ? തീർച്ചയായും. ഇന്ന് 2 ആള് അബുദാബി മരിച്ചിരിക്കുന്നത്. ഈ വോയിസ് വീഡിയോ കാണുന്ന മലയാളികളാ. ഈ ഒന്ന് മരിച്ച UP-കാരനാ, പിന്നെ വേറൊരു മലയാളിയാണ് മരിച്ചു. ഈ 2നും ഞാൻ അവരെ വിളിച്ച് നമ്പർ കൊടുത്തു. നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഞങ്ങൾ പോകണ്ടായി. അതായത് ഈ അബുദാബി എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ, ഷക്കീബ് ഉണ്ട്, അതുപോലെ KMCC ഒരുപാട് പേര്, അബൂബക്കർ ഉണ്ട്, ഷുഹൈബ് ഉണ്ട്, അലയിലുണ്ട്, അജ്മാലുണ്ട്, റാസക്കൈമയിലുണ്ട്, എല്ലായിടത്തും സാമൂഹ്യ പ്രവർത്തകരില്ലേ. ഇവരൊക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് ഓടി ചെയ്യാണ്ട് നമ്മൾ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കൽ നമ്പർ കൊടുക്കലാണ്. ഇത് പുജേരാണ് മൂസക്കാണ്ട് രാത്രി 24 മണിക്കൂർ പോവും. പിന്നെ 2ാമത് റാസകൈമുണ്ട് ഫൈസല്, ദൈവത്തിലാണ് സലീംബായി ഉണ്ട്, മിണ്ടാത്ത സലീംബായി. പിന്നെ അല്ലൈനാണ് ബക്കർഖാണ്ട്. ഇവിടെ അബുദാബിയാണ് സുബേലൊക്കെ വിളിച്ചാല് വദാസീദിൽ വരെ പോകും രാത്രി. അത് പൈസക്ക് വേണ്ടിട്ട് പോകല്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാള്
ഈ പറഞ്ഞ കൂടുതൽ പൈസ കൊടുത്തെങ്കിൽ നിങ്ങൾ കമന്റിൽ വരണം. അതാ പിന്നെ ഈ പറയുന്ന വീഡിയോയിൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന ടീമിനൊന്നും സത്യത്തിൽ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവരൊന്നും കണ്ടിട്ടില്ല. കോവിഡ് സമയത്തൊക്കെ ഇവര് വീട്ടിൽ കയറിട്ട് ഉറങ്ങിയിരുന്നാണ്. എന്താണ് ആ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു? ആമിന തൈലോ ആമിന കൂച്ചറൊക്കെ അടിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നതാണ്. അതൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. എന്തോ ഒരു ആമിന ഇത് തൊട്ടൊരു ഇത് ഇട്ടിട്ട് മുഖ്യ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ സോനാമ്പൂർ കഴിക്കുന്ന അല്ല അതല്ല ഇത് വേറെ ഒരെണ്ണമാണ്. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ മുഖ്യ എന്താ വെച്ചപ്പോ കൊള്ളൂലെന്നപ്പോ ഈ പുള്ളിന് പറയുന്നത് നല്ല സ്ട്രോങ് ആണല്ലോ എന്തൊക്കെ പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് കടക്കാം. ഓക്കെ അതോടൊപ്പം അഷറഫക്ക ഡെയിലി എംബാമി സെന്ററിൽ ഉണ്ടാവുന്ന ഒരാളാണ്. ദുബായിലുള്ള സമയത്ത് ഡെയിലി എംബാമി സെന്ററിൽ ഉണ്ടാവുന്ന ആളുകൾ. അപ്പോൾ ഈ തെറ്റിദ്ധാരണപരമായ വീഡിയോ ചെയ്ത ആളുകൾ അതിൽ അവർ ഇതിനായിട്ട് ഓടുന്നതായിട്ടൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അഷറഫൊക്കെ ഡെയിലി സോനാപ്പൂരുള്ള ആളാണ്. സോനാപ്പൂർ അന്വേഷിച്ചാലും ഇവരെയൊക്കെ എപ്പോഴെങ്കിലും അഷറഫൊക്കെ സോനാപ്പൂർ എംബാമിംഗ് സെന്ററിലോ ഫോറൻസിക്കിലോ എവിടെയെങ്കിലും ഇവരെ പോലുള്ള ആളുകളെ ഇവരെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഞാനിപ്പോ ഇതിന്റെ രേഖ കണക്കാൻ പറയുന്നത് 16,000 ആളെ ഞാൻ ഇവിടെ കയറ്റിയിട്ടിരുന്നു മരിച്ചോല. കേരളക്കാരെ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കാരല്ല, എല്ലാ രാജ്യക്കാരെ. ആ ഈ 16 ഒരാളെ മയ്യത്ത് വരെ മുസ്ലിമായിരുന്ന മയ്യത്ത് വരെ നിസ്കരിക്കാൻ പറ്റില്ല, ഞാൻ കണ്ടില്ല. പിന്നെ അതിന് ബംഗ്ലാരാണ്ട് എല്ലാവരും പറയട്ടെ, ഇങ്ങോട്ട് എത്ര വർഷമായി ഒരുപാട് സംഭവങ്ങളോടാണ്. കോവിഡ് എന്നുള്ള മഹാമാരി ഇവിടെ വന്നിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്ന് വിശദമായിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഞാൻ അതും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സത്യത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുന്ന വെറുതെ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ ആരും ആ ഇൻഷുറൻസിന്റെ ബേക്കിൽ പോണില്ല. ഇത് ഞാൻ അഷറഫൊക്കെ ഒരുപാട് പ്രാവശ്യം കൂടെ പറഞ്ഞാണ് കരീംക്കൊക്കെ. ഒരാളും ഇൻഷുറൻസിന്റെ ബേക്കിലോട്ട് പോണില്ല. കാര്യം എല്ലാവർക്കും 24 മണിക്കൂറിനുള്ളിൽ മയ്യത്ത് ബോഡി നാട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ 1-2 ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ അവർക്ക് പറ്റൂല. ഇൻഷുറൻസിന് അതിന്റെ പോളിസി ഇല്ലേ. നമ്മളിപ്പോ ലേബർ ഉള്ളത് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ വിസയാണോ, ആ ഒരു വിസയിലുള്ള ഒരു വ്യക്തി അവര് കോട്ട പാസ്സായി വിസക്ക് വേണ്ടിയിട്ട് ലേബർ കാർഡ് പേയ്മെന്റ് ചെയ്യാനായിട്ട് മുമ്പ് ഇൻഷുറൻസിന്റെ ഒരു പേയ്മെന്റ് ഉണ്ട്, ഒരു 150 ദിർഹംസ്. അത് ലേബറിന്റെ പേയ്മെന്റ് ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഫ്രീ ആയി വിട്ടാം. പക്ഷെ അതിന് 2-3 ദിവസം പിടിക്കുന്നുണ്ട്. അത് കമ്പനിക്ക് തന്നെയാണ് കിട്ടുള്ളൂ. കമ്പനി തന്നെ സബ്മിറ്റ് ചെയ്യണം. കമ്പനിന്റെ രേഖകളെല്ലാം കൊടുത്ത് കമ്പനിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് UAE-ലുള്ള എല്ലാവർക്കും ചെയ്യാം. പക്ഷെ അതിനൊന്നും ആരും മുന്നോട്ട് പോകുന്നില്ല. അഷറഫ് തന്നെ കുറെ പറഞ്ഞ സംഭവങ്ങളാണ്. പിന്നെ രണ്ടാമത് ഇത്രയും വീഡിയോ ഞങ്ങൾ സംസാരിച്ചില്ല, ഇത്രയും പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായോ ആരാണ് ശവന്തീനികള്? ഇപ്പൊ ഇനി നിങ്ങൾക്ക് കമന്റ് പറയൂടെ ഈ ശവന്തൊന്നുമല്ല വില ആരാണ്? അതെ, എന്ത് പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കാം. വളരെ ഒരു മോശമായിട്ടാ പറഞ്ഞ കാര്യം. നമ്മൾ മാത്രമല്ലല്ലോ നമ്മളെ കുട്ടികൾക്കും കൂടിയിട്ട് ആ ഭക്ഷണം കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ എന്നാ നിങ്ങൾ ഓക്കെ. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ പേരെടുത്ത് പറയും, ഇത് UAE-ലെ 50-ൽ പരം സാമൂഹ്യ പ്രവർത്തകർ കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ എന്റെ ഒരാൾ അഷറഫ്ക്കാട് ഒരാളെ പറഞ്ഞില്ല. ആ വീഡിയോ നിങ്ങൾ നോക്കൂ, അതിൽ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട് 50-ൽ പരം വരുന്ന സാമൂഹ്യ പ്രവർത്തകർ. അപ്പൊ ഇവിടെ UAE-ൽ ആരൊക്കെ പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണെന്നാണ് ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കും നിങ്ങൾക്ക് അതൊരു ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഇവര് നാളെ മുതൽ മുൻപന്തി വരട്ടെ, ഇവര് വന്ന് ചെയ്യട്ടെ, ഇവര് വന്ന് ചെയ്തല്ല ഇതാക്കട്ടെ. ഞാൻ പറയല്ലോ എന്നെ സമയത്തുള്ള 100 കോൾ വിളിച്ചു കഴിഞ്ഞാലേ ഞാൻ എടുക്കുള്ളൂ. അഷറഫ്ക്ക് പിന്നെ ഓക്കെ അത് അത്രയും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നു പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെ വീട്ടിലേക്കൊക്കെ വിളി കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പറയുന്ന കൂടി പോകും. അഷറഫക്ക അങ്ങനെ ഒരു പ്രയാസം അഷറഫക്ക പറയരുത് ഒരിക്കലും. പറയുന്നല്ല പൈസല്ലേ, ₹1 പാടിച്ചെന്ന് ഒരുത്ത കമന്റിൽ എന്ന് പറയട്ടെ, അല്ലെ ബലാരെ വ്യാപാരന്മാർ വെച്ചിട്ട് പൈസ അടിച്ചു തരട്ടെ. ₹1 ഞാൻ ഉളുപ്പിൽ പറയുന്നത്, ഈ അന്തസ്സിലാണ് പറയുന്നത്. ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇന്ന് ബിൽ പറയട്ടെ, ബിൽ വന്ന് പോവോ? പിന്നെ മറ്റൊരു കാര്യം ഇവിടെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരുടെ സംശയങ്ങളാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവരും പിന്നെയുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ഉള്ള മരണങ്ങളെ തുടർന്നുണ്ടാകുന്ന ഇൻഷുറൻസ് തട്ടിപ്പ് എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആക്സിഡന്റ് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പറയാം, നമ്മളെല്ലാരും UAE-ലല്ലേ നിൽക്കുന്നത്. UAE-ലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിഞ്ഞൂടെ? ഒരാൾ പറയുമ്പോൾ നമ്മളതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് കണ്ണും പഠിച്ച് വിശ്വസിക്കണോ? UAE-ൽ ഒരാളൊക്കെ ഒരു ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ ബ്ലഡ് മണി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ UAE ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പേരിലൊക്കെ കാരണം എഴുതി കൊടുക്കോ? അതിനെന്തോരം ഇതുണ്ട്. ഇവരെ ഫാമിലി പവർ ഓഫ് അറ്റോർണി ഇവിടുത്തെ അഡ്വക്കേറ്റിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം. അവര്
പോകണം, അവർ പോയി കോർട്ടിൽ പോയിട്ട് ഈ പൈസ വാങ്ങണം, ഇന്ത്യൻ കൗൺസിലേറ്റ് ഇതിൽ ഇടപെടും. അപ്പൊ ഏതെങ്കിലും ഒരാളൊക്കെ മരിച്ചിട്ട് അയാളൊരു അനാഥനാണോ, അയാൾക്ക് ആരുമില്ലേ, അയാളുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് എനിക്ക് പൈസ താന്നൊക്കെ പറഞ്ഞിട്ട് UAE ഗവൺമെന്റ് അങ്ങനെ ചെയ്യോ? ഏതൊരു രാജ്യത്തിന് ഇതായി കഴിഞ്ഞാലും നമ്മൾ UAE-ലല്ലേ, UAE ഗവൺമെന്റ് ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നല്ലോണം മനസ്സിലാക്കാലോ. ഒറ്റ ഈ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോ പറയുന്നത്, ഈ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ ഓ വണ്ടി തട്ടി മരിച്ചാണോ, ഓ വീണ് മരിച്ചാണോ, എന്റെ ആയിട്ട് ഞാൻ ചോദിക്കും, ഒരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ഒന്നും ഞാൻ ചോദിക്കില്ല, മരിച്ചു അതിനുള്ള പ്രതിഫലം പറഞ്ഞു കൊടുക്കില്ല. ഇനിയിപ്പോ ഇന്ന് വരെ ഞാൻ വെളിപ്പെടുത്താത്ത സംഭവം ഞങ്ങൾ പറഞ്ഞുതരാം. മൂവാറ്റുള്ള ഒരു ലേഡി 2008 ഭർത്താവ് ഷാർജയിൽ നിന്ന് മരണപ്പെട്ടിട്ട് 2008 ഏഷ്യാനെറ്റ് ന്യൂസ് ഫസ്റ്റിൽ റിപ്പോർട്ട് വന്നിരുന്നു. അത് അവൾ കണ്ട് ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഭർത്താവ് ഷാർജയിൽ നിന്ന് മരിച്ചാണ്, ഞങ്ങൾക്ക് ഒന്നും കിട്ടി. ഞാൻ എത്ര വർഷമായി മരിച്ചിട്ട് ചോദിച്ചു. ഞാൻ 1.5 വർഷമായി മരണപ്പെട്ടിട്ടാണ്. ഈ വീഡിയോ ഇപ്പോൾ അവരാരും കാണാൻ ബന്ധുക്കൾ കാണും. അപ്പൊ ഞാൻ പറഞ്ഞ പേപ്പർ അങ്ങോട്ട് അയക്കുന്നതാണ്. അയച്ച് ഷാർജ കോടതി പോയപ്പോൾ 1,18,000 ദിർഹംസ് ഉണ്ട് കോടതി കെട്ടിവെച്ചിട്ട്. എന്നിട്ട് എന്നോട് പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങളെ പേരിൽ പവർ, ഞാൻ പറഞ്ഞു എന്റെ പേരിൽ പവർ ഒറ്റ, എന്റെ ഒരു കൂട്ടുകാരും ഉണ്ടായിട്ട് അന്ന് ഓനോട്. എന്നിട്ട് ഇവരൊരു ബന്ധക്കാര് ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആള് ഇവിടെ ഷിപ്പ് എടുത്തപ്പോൾ ആ പൈസ ഒരു മാറ്റി. എന്നിട്ട് അവർ പറഞ്ഞ 2 പെൺകുട്ടികളാണ്, ഒരിപ്പോ വീഡിയോ കാണുമല്ലോ, മക്കൾ കാണും. എന്നിട്ട് ഓനോട് പറഞ്ഞ് അസ്രഫ്ക ഞങ്ങൾ ഇത്രയും ഉപകാരം ചെയ്ത് ഞങ്ങൾ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വരാം. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വരണ്ട, ഈ ഒരു കാര്യത്തിൽ മുസ്ലിങ്ങൾ ആളാവശ്യമില്ല, നിങ്ങൾ നന്മ പഠിച്ചിട്ട് വരണ വന്നോളി, പക്ഷെ ഞാൻ ഈ ചെയ്ത ഉപകാരത്തിന് നിങ്ങൾ ദയവേത് വരാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട സർവീസ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു മയ്യത്ത് വിടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ, ഇപ്പൊ ഞാനൊക്കെ ആണ്ടിൽ വിഷു വല്ലപ്പോഴൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ 100 കോൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണ സമയത്ത് ഇപ്പൊ പെട്ടെന്നൊക്കെ അവർ തന്നെ വന്നിട്ട് നിർബന്ധിച്ചിട്ട് ഇത്ര ഓടിയതല്ലേ ഇതാക്കിയല്ലേ, ഓക്കെ ഇത് നിങ്ങളെ ആ ഓടിയ ടീമിന് കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാവശ്യവും 200 300 ആയിട്ട് പല രീതിയിലും കൈവച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈവച്ച് തന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ഈ നിങ്ങൾ പ്രമോഷനും കാര്യങ്ങളൊക്കെ പോണില്ലേ, ഏതൊക്കെ കള്ള പ്രമോഷനുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? പിന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് ആ മൊബൈലും, അപ്പുറത്തെ മൊബൈൽ ഷോപ്പിൽ അതും, ഇപ്പുറത്തെ റെസ്റ്റോറന്റിൽ ഈ ഭക്ഷണം നല്ലത്, അല്ലെങ്കിൽ അപ്പുറത്തെ ചെന്നിട്ട് ആ ഭക്ഷണം നല്ലത്. ഇതൊക്കെ എന്തെങ്കിലും രുചിച്ച് നോക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്? 404 അയാളുടെ വീഡിയോ തന്നെ കാണാൻ 4,999 രൂപയ്ക്ക് ലൈസൻസ് കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പ്രൊമോഷനല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളെ പോലുള്ള ഒരു ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു നല്ല പ്രവർത്തനമല്ലേ ചെയ്യേണ്ടത്. ഇനിയിപ്പോ അതിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ അറിവിൽ ഇനിയിപ്പോ ആരെങ്കിലും വന്ന് പറയണോക്കെ ഞാൻ ആൾക്ക് ചെയ്ത ഒരു 200 ദിർഹംസ് കൊടുത്തിട്ടോ 300 ദിർഹംസ് കൊടുത്തിട്ടോ, അതാണോ ശവന്തീനികൾ എന്ന് പറയുന്നത്? ഇതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശവന്തീനി എന്നുള്ളത്? ഇനിയിപ്പോ വേറെ ഒരു കാര്യം പറഞ്ഞ, ഈ ആളുകൾ മരിക്കുമ്പോൾ അവർ നല്ലോണം തരുന്ന പൈസ മേടിച്ചാൽ 1,00,000 ദിർഹംസ് ഒരു മാസത്തേക്ക് ഇവിടുന്ന് ജോലിയിൽ നിന്ന് കിട്ടില്ല കിട്ടും മേടിച്ചാൽ. ആരെങ്കിലും ആൾ ഇതിൽ പറയട്ടെ. രണ്ടാമത് പ്രവാസികൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നത് നമ്മൾ സ്നേഹമുള്ള പ്രവാസം ചെയ്യേണ്ടത്, ഇവരെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടിക്ക് നിൽക്കാറ് നിന്നാൽ നിങ്ങളോട് നശിച്ചു പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നല്ലേ നാളെ അള്ള ഇവർക്ക് കുടുംബത്തിന് പ്രതിഫലം കൊടുക്കും, അല്ലെ ശവനീതിയിൽ ആരാന്ന് ഇവർ പറയട്ടെ, ആളെ പറയട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അഷറഫ്ക്കയും നസീർക്കയും കരീംക്കയും സാജിദ്ക്കൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കമന്റുകൾ പരമാവധി കമന്റുകൾക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വീണ്ടും ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എത്ര ദിർഹംസ് വരും എന്നുള്ളതാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിൻ്റെ ചെലവ് വരുന്നത് 6,500 ദിർഹംസാണ് ഏറ്റവും ചുരുങ്ങിയൊരു ചെലവ് നമ്മൾ കണക്ക് കൂട്ടിയതിൽ വരുന്നത്. അതിൽ കൂടെ പോകുന്ന ആളില്ല, ഇപ്പോൾ കൂടെ ആൾ പോകേണ്ടില്ല, മയ്യത്തിൻ്റെ കൂടെ ആൾ പോകേണ്ടതില്ല. അപ്പോൾ 6,500 ദിർഹംസാണ് ചിലവ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആയിരിക്കും പോകണം നിർബന്ധമുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസയും മറ്റൊക്കെ വരും. പിന്നെ റാസൽ കൈമയിൽ നിന്നും ഫുജൈറയിൽ നിന്നൊക്കെ വരുന്ന ആംബുലൻസിൻ്റെ ചാർജും കൂടെ ആകുമ്പോൾ അത് 8,500 എത്തും. പിന്നെ എമിറേറ്റ്സിലേക്ക് പോകുമ്പോൾ ഒക്കെ ചാർജ് കൂടും. അപ്പോൾ നമ്മൾ ഏകദേശം ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇവരെ ശവന്തീനികൾ എന്ന് വിളിക്കുന്ന ആളുകളെ ഏത് രീതിയിലാണ് നമ്മൾ അവർക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുക. കാരണം അഷറഫ് നസീർക്കൊക്കെ പറഞ്ഞത് അവരുടെ അടുത്ത് സഹായം തേടി വരുന്ന ആളുകൾ അവർക്ക് ആയുസ്സുള്ള കാലത്തോളം, ദുബായുള്ള കാലത്തോളം, ആരോഗ്യം റബ്ബ് നൽകുന്ന കാലത്തോളം അവർക്കൊക്കെ സഹായവുമായിട്ട് ഇവർ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് തന്നത്. അപ്പോൾ ഈ ഒരു ലൈവ് എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് അഷറഫ്ക്കയുടെ പേജിലേക്ക് തന്നെ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ പറ്റിയെങ്കിൽ കമൻറ്റിലൂടെ അതിന് മറുപടി നൽകുന്നതായിരിക്കും.